ഹലോ, ഞാൻ ലിബിൻലി. അപ്പം ഞാൻ ഇന്ന് അർജുൻ അശോകൻ്റെ സിനിമയെ തലവര സിനിമ കണ്ടു. അതായത് അപ്പു അസ്ലം എന്ന് പറഞ്ഞ ഒരാളെ എഴുതി മഹേഷ് നാരായണൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. സിനിമേനെ കുറിച്ച് ഒറ്റ വാക്കി പറയണമെങ്കിൽ ഒരു ഒരു എങ്ങനെ ഇപ്പോൾ ഫാമിലി പടമെന്നോ എന്തുവേണമെങ്കിലും നമുക്ക് കൂട്ടാം. ഒരു ഫാമിലി ഡ്രാമ ആ ഒരു രീതിയിലേ വരുള്ളൂ പടം. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കുറച്ച് റൊമാൻറ്റിക്കുമായിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും ആ പടത്തിലുണ്ട്. ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറുന്നൊരു സിനിമയാണ് തലവര എന്ന് പറഞ്ഞത്. പടത്തിൽ മെയിനായിട്ടും അർജുൻ അശോകൻ, അതേപോലെ തന്നെ അർജുൻ അശോകൻ്റെ അച്ഛനായിട്ട് മറ്റേ അശോകൻ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേര്, അതായത് നല്ലൊരു ഇതുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചത് മറ്റേ ശരത് സഭ എന്ന് പറഞ്ഞാൽ പുള്ളി ഏതാ, അയ്യോ പുള്ളിയുടെ പടങ്ങളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അത് സംശയമുള്ളവർക്കൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. കാരണം എനിക്കിപ്പോൾ പടത്തിൻ്റെ പേര് എനിക്ക് ഒന്നും ഓർമ്മ വന്നില്ല. അതായത് എങ്ങനെ പറയപ്പോ, എന്തായാലും ശരത് സഭ എന്ന് പറഞ്ഞു പുള്ളി നല്ല രസമായിട്ട് കോമഡി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റേ അയ്യോ ഏത് സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഷാജിയായിട്ട് ഇവിടെ നിന്ന് പണിയാവും അങ്ങനെ കണ്ട് പറയണുണ്ട് പുള്ളിയിൽ. എനിക്ക് പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പോട്ടെ. പിന്നെ അതേപോലെ തന്നെ അഭിരാം രാധാകൃഷ്ണൻ പുള്ളിക്കാരൻ നല്ല രസമായിട്ട് ഇതിൽ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി നെഗറ്റീവ് റോളാണ്, പക്ഷെ അത് അത്ര നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം സിനിമ ഫീൽഡിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം തന്നെക്കാളും നല്ല റോള് കണ്ടുപിടിക്കാൻ വേണ്ടി തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് റോൾ എന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ പ്രശാന്ത് മുരളി നല്ല ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോഹൻ സീനുലാൽ പുള്ളിക്കാരനും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു പ്രൊഡ്യൂസറൊക്കെ ആയിട്ടാണ് പുള്ളി ഇതിൽ ക്യാരക്ടർ ചെയ്തത്. എന്തായാലും കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ ഷൈജു ശ്രീധർ. അപ്പോൾ ഇവരൊക്കെ പ്രധാനമായിട്ടും നടന്മാരായ സിനിമയാണ് തലവര. സിനിമയുടെ ഒറ്റ വാക്കി പറയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ അർജുൻ അശോകൻ അതിൽ ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ മുഖത്ത് കുറച്ച് വികൃതമായിട്ടാണ്. കാരണം കുറച്ച് പാടുകളും കാര്യങ്ങളൊക്കെ പാണ്ടൊക്കെ ആയിട്ടുള്ള ഇതാണ്. അപ്പം അതിൻ്റെ പേരിൽ എല്ലായിടത്തുനിന്നും അവഗണിക്കപ്പെടുന്നതും പിന്നെ അവിടെ നിന്ന് ഒരു സക്സസ്സിലേക്ക് പോണതാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ടും ഒരു പ്രമേയം എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തരത്തിൽ ലാഗോ കാര്യങ്ങളോ എനിക്ക് തോന്നിയില്ല. പിന്നെ അർജുൻ അശോകനൊക്കെ കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതിലൊരു സിനിമയോട് ആഗ്രഹമുള്ള ഒരാളാണ്. അത് ഏത് സിനിമ അറിയാലും റിലീസിന് ദിവസം തന്നെ പോയി കാണാം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണുന്ന ഒരാളാണ് മറ്റേ അശോകൻ റോൾ ചെയ്തിരുന്നത്. രസമായിട്ടോ, എന്തായാലും കൊള്ളാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഇതിൽ പല എങ്ങനെ ഒരു നല്ല സീൻസും ക്യാമറ വർക്കൊക്കെ കൊള്ളാം. ക്യാമറയൊക്കെ ചില സമയത്തൊക്കെ നല്ല രസമായിട്ട് നല്ല ഫ്രെയിമുകളും കാര്യങ്ങളും ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പാട്ടുകളുടെ ഒരു കുറവുണ്ടോയെന്ന് എനിക്ക് ഓർക്കുന്നില്ല. പാട്ടുകളും കുഴപ്പമില്ല. അതായത് BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇതിൽ അഭിനയിച്ച നടി ശരിക്കും തമിഴാണോ എന്നൊന്നും അറിയില്ല. കാരണം ഇതിൽ തമിഴ് ലാംഗ്വേജ് പറയുന്ന ഒരാളായിട്ടാണ് ആ നടി റോൾ ചെയ്തത്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുതുമുഖ നടിയാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല ശരിക്കും പുതുമുഖ നടിയാണെന്ന് പോലും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്തായാലും തിയേറ്ററിൽ ഒരു തവണ മസ്റ്റായിട്ടും കാണാവുന്ന ഒരു പടമാണ് തലവര. ഒരു തരത്തിൽ ലാഗോ ഒരു ബോറടിയോ ഉണ്ടാവില്ല. എനിക്കത് അതിൽ ഞാൻ പറയാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു 4 കൂട്ടുകാരായിട്ട്, അതായത് അർജുൻ അശോകൻ, അവൻ്റെ കൂട്ടത്തിൽ 2-3 പേര്, അങ്ങനെയൊക്കെയാണ് പടം വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തരത്തിൽ ലാഗോ കാര്യങ്ങളില്ല. കോമഡിക്ക് കോമഡി, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ കുറച്ച് ഇമോഷണൽ ടച്ച് ഉണ്ട്, കുറച്ച് കൂടുതലായിട്ടുണ്ട്. കാരണം അർജുൻ അശോകൻ്റെ രൂപവും ഇതൊക്കെ വെച്ച് എല്ലാവരും കളിയാക്കുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ സക്സസ്സിലേക്ക് വരുന്നതും അതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഇമോഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് നിറയണ രീതിയിൽ പടത്തിൽ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആ കഥയുടെ വിജയം. ആ കഥയുടെ വിജയം അത് തന്നെയാണ്. ആ സിനിമയുടെ കഥയുടെ വിജയമാണത്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ. ഞാൻ എന്തായാലും എല്ലാവർക്കും ഞാൻ പറയാണ്, പോയി കാണേണ്ടവർക്ക് കാണാം. ഒരിക്കലും നിരാശപ്പെടുത്തൂല സിനിമ. ശരി, അത്രേ ഉള്ളൂ.